ഏറ്റവും ഒടുവിൽ ഏറ്റവും ലേറ്റസ്റ്റായി പുറത്തു വന്ന എലക്ഷൻ പ്രെഡിക്ഷൻ ടൈംസ് നൗവിൻ്റെയാണ്. അതിൽ നമുക്ക് കേരളത്തിൻ്റെ തന്നെ ആദ്യമായിട്ട് എടുത്തു കൊടുക്കാം. ഇങ്ങനെയാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. കോൺഗ്രസ്സിന് 8 മുതൽ 10 വരെ സീറ്റ് കിട്ടും, CPM-ന് 6 മുതൽ 8 വരെ സീറ്റ് കിട്ടും, IUML-ന് 2 സീറ്റ്, BJPക്ക് 0 to 1, മറ്റുള്ളവർക്ക് 2. ഈ 2 എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ആവാം, അത് LDF-നോടും UDF-നും ആകാനുള്ള സാധ്യതയുണ്ട്. അത് കൃത്യമായി ആരാ എന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരിക്കലൂടെ പറയാം, കേരളത്തിലുള്ള സാധ്യത കോൺഗ്രസ്സിന് 8 to 10, CPM-ന് 6 to 8, IUML-ന് 2, മറ്റുള്ളവർ 2. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ സ്ഥിതി. ഇപ്പം നമുക്ക് ഇലക്ഷൻ ഏപ്രിൽ 19 തൊട്ട് ജൂൺ 4 റിസൾട്ട് വരുന്നവരെ എല്ലാവരുടെ മനസ്സിലും ആര് ജയിക്കും എന്നുള്ളൊരു ഇത് സംശയം ഉണ്ടായിരിക്കും. എല്ലാവർക്കും അത് അറിയാൻ ഒരു പ്രീ പോൾ സർവേയുടെ ഒരു കുത്തൊഴുക്കാണ്. എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും യൂട്യൂബ് ചാനലുകളും ഒക്കെ ഈ പ്രഡിക്ഷൻ കൊണ്ടാടുകയാണ്. നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിലുള്ളവർക്ക് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുള്ളതുകൊണ്ട് ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ള കാര്യത്തിലും കേരളത്തിൽ ആരാണ് ജയിക്കാൻ പോകണമെന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വലിയ താല്പര്യം ഉണ്ടാവും. വലിച്ചു നീട്ടി പറയുന്നില്ല, നമ്മൾ വിവിധ സർവേകൾ ഇതുവരെ വന്നതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ഇൻട്രഡക്ഷനായി ഇത് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് തിരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വിവിധ വശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്ന പോലെ, പ്രതിപക്ഷ കക്ഷികളൊക്കെ പറയുന്ന പോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള തിരഞ്ഞെടുപ്പാണെന്നൊക്കെ പറഞ്ഞാലും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒഴിച്ച് മറ്റുള്ളിടത്തൊന്നും ഇതിന് വലിയൊരു ആകാംക്ഷ നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് പോലെ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊരു ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് പോലെയാണ് നമുക്ക് തോന്നുന്നത്. അടുത്ത ഭരണം ആര് എന്നൊരു ചോദ്യത്തിന് ഇന്ത്യക്കാരിൽ മൊത്തം ഒരു ഫീലിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു പൾസ് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതുവരെ പുറത്തു വന്ന പ്രീ പോൾ സർവേകളിലെല്ലാം റിസൾട്ടുകൾ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് നോക്കുന്നത്. കേരളവും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മൊത്തത്തിൽ അത്തരത്തൊരു ഫീലിംഗാണ് പുറത്തു വന്നിരിക്കുന്നത് എന്ന് പറയുന്നതിൽ വലിയ ആശങ്കയുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ഇപ്പം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എലക്ഷൻ പ്രിഡിക്ഷനൊക്കെ നടത്തുന്ന ആൾ, എലക്ഷൻ അവലോകനം ചെയ്യുന്ന ഒരാളാണ് പ്രശാന്ത് കിഷോർ. പ്രശാന്ത് കിഷോറിൻ്റെ ഒരു പ്രിഡിക്ഷൻ അനുസരിച്ച് BJP അല്ലെങ്കിൽ NDAക്ക് 300-ലധികം സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ തർക്കമേ ഇല്ലെന്നാണ് പറയുന്നത്. BJP മാത്രം 300-ലധികം സീറ്റുകൾ നേടും എന്ന് പറഞ്ഞാൽ ഇന്ന് നിലവിലുള്ള 303 മറ്റോ സീറ്റുള്ളത് അത് തുടരും എന്നുള്ളത് തന്നെയാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ നമുക്ക് അടുത്തൊരു പ്രിഡിക്ഷൻ നടത്തിയിരിക്കുന്നത് ഇന്ത്യ TV CNC ഗ്രൂപ്പാണ് നടത്തിയിരിക്കുന്നത്. അത് BJPക്ക് 399 സീറ്റ് പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. BJP പറഞ്ഞാൽ NDAക്ക് 94 സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് പ്രിഡിക്റ്റ് ചെയ്യുന്നത്. 50ഓളം സീറ്റ് മറ്റുള്ളവർക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ABP സർവേ പ്രകാരം അത് 411 വരെ പോകുമെന്നാണ് BJPക്ക് പറയുന്നത്. എക്കണോമിക് ടൈംസ് മാത്രം കുറച്ച് മുമ്പ് നടത്തിയതാണ്. അവർ പക്ഷേ 323 സീറ്റാണ് പറയുന്നത് NDAക്ക്. ടൈംസ് നൗ ആണ് ഇപ്പോൾ ലേറ്റസ്റ്റായി വന്നുകൊണ്ടിരിക്കുന്നത്. ടൈംസ് നൗ നമ്മൾ കേരളത്തിൻ്റെ കഥ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. ഒരിക്കൽ കൂടി പറയാം. കോൺഗ്രസ്സിന് 8 മുതൽ 10 വരെ സീറ്റ്, IUML-ന് 2 സീറ്റ്, CPM-ന് 6 മുതൽ 8 സീറ്റ്, BJPക്ക് 0 to 1 ഒരു അക്കൗണ്ട് തുടങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഒരു ചെറിയ സാധ്യത പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. മറ്റുള്ളവർക്ക് 2. അതേറെക്കുറെ ഒരു റിയൽ പ്രെഡിക്ഷൻ ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. മൊത്തം ഇന്ത്യയിൽ BJPക്ക് 384, NDAക്ക് 384 സീറ്റ് പറയുന്നുണ്ട്. 118 സീറ്റ് ഇന്ത്യ സഖ്യത്തിന്, 41 സീറ്റ് മറ്റുള്ളവർക്ക്. ഇതാണ് ടൈംസ് നൗ പറയുന്നത്. ഇന്ത്യ ടുഡേ കോൺക്ലേവ് ഏറ്റവും ലേറ്റസ്റ്റ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കോൺക്ലേവിലെ ഒരു ഇലക്ഷൻ പ്രിഡിക്ഷൻ പ്രകാരം 40% പേരും വിശ്വസിക്കുന്നത് BJPക്ക് മാത്രം 370 സീറ്റ് കിട്ടുമെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. വളരെ ഒരു 10% പേര് മാത്രം 272 എന്നൊരു മാജിക് ഫിഗർ കടന്നേക്കാം പിന്നെ NDA എന്ന് BJP എന്ന് മാത്രം അവർ പറയുന്നുണ്ട്. പക്ഷേ 100% പേരും BJP തന്നെ ഭരണം തുടരുമെന്നുള്ള സർവേയാണ് പറയുന്നത്. നമ്മുടെ വേറൊരു പ്രഡിക്ഷൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം മാത്രം പറയുകയാണെങ്കിൽ മാതൃഭൂമി നടത്തിയത് UDF-ന് 14 മുതൽ 16 വരെ സീറ്റ് കിട്ടും, LDF-ന് 3 തൊട്ടിട്ട് 4 വരെ സീറ്റ് കിട്ടും. ന്യൂസ് 18-ൻ്റെ കണക്ക് പ്രകാരം UDF-ന് ഒരു 14 സീറ്റ്, LDF-ന് ഒരു 6 സീറ്റ്. ഇതാണ് ഇതുവരെയുള്ള നമ്മുടെ ഇലക്ഷൻ പ്രിഡിക്ഷൻ്റെ. ഇനിയും ഒരു മാസമുണ്ട്, അതിനുള്ളിൽ മാറ്റങ്ങൾ സംഭവിക്കാം. എന്തായാലും ഒരു ഏകപക്ഷീയമായ പ്രീ പോൾ സർവേ റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യമൊക്കെ വളരെ സ്ട്രെങ്തായി നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും എന്താണ് ഇതിൻ്റെ ജനാധിപത്യ മഹോത്സവത്തിൽ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് ജനങ്ങളുടെ മനസ്സിലെന്താണ് അവർ ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇന്ത്യയിൽ ജനാധിപത്യം ജയിക്കട്ടെ, മതേതരത്വവും സോഷ്യലിസവും ഭരണഘടനയും ഉയർത്തിപ്പിടിക്കാനായിട്ട് നമ്മുടെ രാജ്യത്തിന് കഴിയട്ടെ എന്ന് മാത്രം ആശിക്കുന്നു. എല്ലാ ലേറ്റസ്റ്റ് ഇലക്ഷൻ വിവരങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും എങ്ങനെയായിരിക്കണം, ആര് ജയിക്കാനാണ് സാധ്യത, എന്തായിരിക്കും ഇലക്ഷൻ്റെ ഒരു സാധ്യത, റിസൾട്ട് എങ്ങനെയായിരിക്കും എന്നുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ഇതിനകത്ത് ഇടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.